എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എല്ലാവരും തന്നെ വീടുകളിൽ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് മെഴുക്കുവരട്ടിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ അതിലേക്ക് ഒരു 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ നിറമാറിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതവിടെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 4 മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി ഞാനിവിടെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. വളരെയധികം കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു 5 മിനിറ്റ് കൂടുമ്പോഴതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതവിടെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചേർത്തപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇതിനകത്ത് എല്ലാവരും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ബീട്രൂട്ട് മെഴുക്കുവരട്ടി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്